ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ റഹി ക്രാഫ്റ്റ് ആൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയ വഴി തൂറിയെറിഞ്ഞും തെറി പറഞ്ഞും വൈറലായ വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം. അത് നമ്മുടെ നാഗച്ചേച്ചിയാണ്. ഈ നാഗച്ചേച്ചി ജീവിതകഥ അറിഞ്ഞാൽ നമ്മളാരും അവരെ പിന്നെ ഒരിക്കലും കുറ്റം പറയുകയില്ല. 10ാം തരം തോറ്റപ്പോൾ കളിയാക്കലുകൾ, എൻ്റെ ജീവിതം വിറ്റ് കാശ് ഉണ്ടാക്കുന്നവർ, നാഗസൈരന്ധ്രിയുടെ വരുമാന മാർഗം. നാഗസൈരന്ധ്രി ദേവിയെ അറിയാത്ത സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ വളരെ കുറവായിരിക്കും. തെറിവിളികളും ഉപദേശവും ആത്മീയതയും എല്ലാം ചേർന്നതാണ് ഇവരുടെ വീഡിയോകൾ. യൂട്യൂബിൽ പങ്കുവെക്കുന്ന പല വീഡിയോകളും കോമഡിയായി തന്നെയാണ് പലരും കാണുന്നത്. നാഗസൈരന്ധ്രിയുടെ ഡയലോഗുകൾ റീൽ വീഡിയോകളായി റീക്രിയേറ്റ് ചെയ്യുന്നവരും ഏറെയാണ്. ദിവ്യരാജ് എന്നതാണ് യഥാർത്ഥ പേര്. നാഗസൈരന്ധ്രി ദേവിയായി മാറുന്നതിനു മുമ്പുള്ള ജീവിതം, ആ പേര് വന്ന വഴി, വരുമാന മാർഗം എന്നിവയെക്കുറിച്ച് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് നാഗസൈരന്ധ്രി തുറന്നു പറഞ്ഞത്. പഠിക്കാൻ മിടുക്കുണ്ടായിരുന്നു എന്നത് കള്ളമാണെന്ന് നാഗസൈരന്ധ്രി പറയുന്നു. മിടുക്കുണ്ടായിരുന്നത് പുസ്തകം പഠിക്കാനല്ല, 10ാം തരം തോറ്റ കുട്ടിയായിരുന്നു ഞാൻ. എല്ലാ വിഷയങ്ങൾക്കും ലഭിച്ചത് വെറും വട്ടപൂജ്യം. അതിൻ്റെ പേരിൽ പലരും എന്നെ കളിയാക്കി. ജീവിതം പോയി, ഇനി എങ്ങും എത്തില്ല എന്നൊക്കെയായിരുന്നു കേട്ടത്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ എൻ്റെ ഒപ്പിൽ ഓം കുരിശ് ചന്ദ്രകഥ എന്ന ചിഹ്നങ്ങൾ ചേർത്തിരുന്നു. ഒപ്പ് കണ്ട് പ്രധാന അധ്യാപിക വിളിച്ചു ചോദിച്ചെങ്കിലും ഞാൻ അത് മാറ്റിയില്ല. അന്നേ എനിക്ക് ധൈര്യമുണ്ടായിരുന്നുവെന്ന് നാഗസൈരന്ധ്രി പറയുന്നു. നാഗസൈരന്ധ്രി ദേവി എന്ന പേര് ഞാൻ തന്നെ എനിക്കിട്ടതാണ്. അത് എൻ്റെ ഉപബോധ മനസ്സിൽ നിന്നാണ് വന്നത്. ആരും എന്നെ അങ്ങനെ വിളിച്ചില്ലെങ്കിലും എനിക്ക് ആ പേര് ശരിയായിരുന്നു. നാഗച്ചേച്ചി എന്ന് വിളിച്ചാൽ ആ പേരിൻ്റെ അർത്ഥം മനസ്സിലാവില്ല എന്നും അവർ പറയുന്നു. വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങളും സിനിമയിൽ അഭിനയിക്കാനുള്ള ക്ഷണങ്ങളും പലതവണ വന്നിട്ടുണ്ട്. എന്നാൽ അഭിനയം അറിയില്ലെന്നും സ്വാഭാവികമായി സംസാരിക്കുന്നതും പെരുമാറുന്നതുമാണ് തനിക്കിഷ്ടമെന്നും നാഗസൈരന്ധ്രി പറയുന്നു. അങ്ങനെ കിട്ടുന്ന പണം വേണ്ടെന്നും ചിലവിനുള്ള പണം കണ്ടെത്തുന്നത് ചാനലുകളിലൂടെയാണെന്നും പറയുന്നു. ഇതാണ് ഈ നാഗസൈരന്ധ്രി എന്ന നാഗച്ചേച്ചിയുടെ ജീവിതകഥ. ലൈവ് വീഡിയോകളിലെ ഭാഷയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: കേരളത്തിൽ ഒരാളുടെ ഇഷ്ടത്തിന് ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത്. മനുഷ്യർ നരകവേദന അനുഭവിക്കുന്നു. അതിനാൽ ജീവിക്കുന്നതിന് ആരെയും വിമർശിക്കേണ്ടതില്ല. നെഗറ്റീവ് കമൻറ്റുകൾക്ക് മറുപടി നൽകുമ്പോൾ ഭാഷ ശ്രദ്ധിക്കണമെന്ന് തോന്നിയിട്ടില്ലെന്നും നാഗസൈരന്ധ്രി പറയുന്നു. എഴുതിയവർക്ക് തന്നെ അത് തോന്നുന്നില്ലെങ്കിൽ എനിക്ക് എന്തിനു തോന്നണം? ഏത് ഭാഷയിൽ എന്നോട് സംസാരിക്കുന്നുവോ അതേ ഭാഷയിലാണ് ഞാൻ പ്രതികരിക്കുന്നതും എന്നും പാണ്ഡിത്യമുള്ളവരുടെ മുന്നിൽ അറിവോടെ സംസാരിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നു. വിമർശനങ്ങൾക്കിടയിലും സ്വന്തം രീതിയിൽ ജീവിച്ച് സോഷ്യൽ മീഡിയയെ ഉപജീവനമാർഗമാക്കിയ ഒരാളുടെ കഥയാണ് നാഗസൈരന്ധ്രിയുടെ ജീവിതം. അവരുടെ ഓരോ വീഡിയോസുകളും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അവരോട് എങ്ങനെയാണോ മറുപടി നമ്മൾ കമൻറ്റിലൂടെ കൊടുക്കുന്നത്, അതിനുള്ള അതേ രീതിയിലുള്ള മറുപടി തന്നെയാണ് അവർ കൊടുക്കുന്നത്. അല്ലാത്തവരോട് സാധാരണ പോലെ അവർ മറുപടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.